മുഖ്യമന്ത്രി സ്ഥാനം എന്നത് ലീഗ് അർഹിക്കുന്ന സ്ഥാനമാണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന പരാമർശം. പത്തനംതിട്ട കോട്ടാങ്ങൽ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അസാധുവാക്കി SDPI നൽകിയ പരാതിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി. തുല്യ വോട്ട് നേടിയ 2 സ്ഥാനാർത്ഥികളിൽ നറുക്കിൽ പേര് വരാത്ത ആളെയാണ് ഇവിടെ വിജയായി പ്രഖ്യാപിച്ചത്. CK അഭിലാൽ വിവരങ്ങൾ. ഡിസംബർ മാസം 27-ാം തീയതിയായിരുന്നു വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ്. NDA, UDF, SDPI ഈ 3 കക്ഷികൾക്കും പ്രത്യേക സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ 3 വോട്ടുകൾ മാത്രം കിട്ടിയ SDPI സ്ഥാനാർത്ഥി പുറത്താവുകയും പിന്നീട് നറുക്കെടുപ്പിലേക്ക് വരികയുമാണ് ഉണ്ടായത്. 5 വീതം വോട്ടുകൾ കിട്ടിയ NDA, UDF സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഉൾപ്പെടുത്തി നറുക്കെടുപ്പിടുകയും അതിൽ നറുക്കിൽ പേര് വരാത്ത ആളെയാണ് വിജയിയായി പ്രഖ്യാപിച്ചത്. ഇത് ചട്ടലംഘനമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് SDPI പ്രാദേശിക നേതൃത്വം ജില്ലാ തലത്തിലും പിന്നീട് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകിയത്. വിശദാംശങ്ങൾ പരിശോധിച്ചതിൽ ഈ നടപടിക്രമത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്ന് കണ്ടെത്തി അങ്ങനെ BJP പ്രതിനിധി ഹരിദാസിനെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്ത നടപടിയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അസാധുവാക്കിയിട്ടുള്ളത്. ഇവിടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ഈ മാസം 21-ാം തീയതി നടത്തണമെന്നുള്ള നിർദ്ദേശവുമുണ്ട്. പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് SDPI വോട്ട് ചെയ്തു എന്ന അടിസ്ഥാനത്തിൽ വിജയിച്ച അവർ സത്യപ്രതിജ്ഞയ്ക്ക് മുൻപായി തന്നെ രാജിവെച്ചിരുന്നു. ശരി, CK അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ട കോട്ടാങ്ങൽ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് അസാധുവാക്കി SDPI നൽകിയ പരാതിയിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്.